ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 2023-24 ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്താലോ. ആക്ടിവിറ്റി ഫസ്റ്റ്. ലിസൺ ആൻഡ് കോംപ്രിഹെൻഡ്. കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നോക്കൂ, ലിസൺ ടു ദ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ, ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരു മരത്തിൻ്റെ പടമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇതിൽ വേറെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അപ്പം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചിത്രം പൂർത്തീകരിക്കാനാണ് പറയുന്നത്. ഈ ചിത്രം ഞാൻ എൻ്റെ രീതിയിൽ പൂർത്തിയാക്കിയത് നോക്കൂ. ആക്ടിവിറ്റി 2. കോൺവെർസേഷൻ, സംഭാഷണം. സീ ദ ആനിമൽസ് ആൻഡ് ദെയർ യങ്ങോൺസ്. കൂട്ടുകാരെ നോക്കൂ, മൃഗങ്ങളെയും അവയുടെ കുട്ടികളെയും. റീഡ് ദ കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് വേർഡ്. സംഭാഷണം വായിച്ച് വിട്ടുപോയവ പൂർത്തിയാക്കാം. നോക്കൂ, ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്? ബട്ടർഫ്ലൈയും ഡോഗും തമ്മിലുള്ള സംഭാഷണമാണല്ലേ. അവരെന്താണ് പറയുന്നതെന്ന് നോക്കൂ. ബട്ടർഫ്ലൈ: ഐ ആം ബെല്ല, ഐ ആം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, ഐ ആം വെരി ഹാപ്പി. ബെല്ല എന്താണ് പറയുന്നത്? എൻ്റെ പേര് ബെല്ല, ഞാനൊരു മനോഹരിയായ ബട്ടർഫ്ലൈ ആണ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഡോഗ് എന്താണ് പറയണതെന്ന് നോക്കൂ. ഐ ആം ബണ്ണി, ഐ ആം എ മദർ ഡോഗ്, ഐ ആം വെരി സാഡ്, ഐ ലോസ്റ്റ് മൈ പപ്പി. എന്താണ് പറയണത്? ഞാൻ ബണ്ണി, ഞാനൊരു അമ്മ ഡോഗാണ്, എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം എന്താണ്? ഐ ലോസ്റ്റ് മൈ പപ്പി, എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ബെല്ല ബട്ടർഫ്ലൈ എന്താണ് പറയണതെന്ന് നോക്കൂ. ഡോണ്ട് വറി, ഐ ആം ഹെൽപ്പ് യു. വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഈസ് ദിസ് യുവർ യങ് വൺ? ഇത് നിന്റെ കുട്ടിയാണോ? ബെല്ല ബട്ടർഫ്ലൈ ഒരു പൂച്ചക്കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് ഡോഗിൻ്റെ അടുത്ത് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ഡോഗ് എന്തായിരിക്കും മറുപടി പറയുക? നോ, ഇറ്റ് ഈസ് എ ഡാഷ്. അവിടെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഇറ്റ് ഈസ് എ കിറ്റൻ. അത് ഒരു പൂച്ചക്കുട്ടിയാണ്. അടുത്തതായി ബെല്ല എന്താണ് പറയണത് നോക്കൂ. ക്യാൻ ഐ ഗിവ് യു എ ഡാഷ്? അവിടെ നമുക്ക് എന്തെഴുതാം? ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? ഒരു കോഴിക്കുഞ്ഞിനാണല്ലേ തന്നിരിക്കുന്നത്. അപ്പം നമുക്കവിടെ എന്തെഴുതാം? ചിക്ക്. ക്യാൻ ഐ ഗിവ് യു എ ചിക്ക്? ഞാൻ നിനക്കൊരു കോഴിക്കുഞ്ഞിനെ തരട്ടെ. അപ്പോൾ ബണ്ണി എന്താണ് പറയണത്? നോ, ഇറ്റ് ഈസ് ദ യങ് ഓഫ് എ ഡാഷ്. ചിക്ക് എന്തിൻ്റെ യങ്ങൊണ്ടാണ്? ഹെൻ. ഇതൊരു കോഴിയുടെ കുഞ്ഞാണ്. അടുത്തത് നോക്കൂ, ബട്ടർഫ്ലൈ എന്താണ് പറയണത്? സീ ദിസ്. നോക്കൂ. ഈസ് ഇറ്റ് യുവർ പപ്പി? ഇത് നിന്റെ പപ്പിയാണോ? ചിത്രം നോക്കൂ കൂട്ടുകാരെ, ചിത്രത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? ഒരു ആട്ടിൻകുട്ടിയാണല്ലേ തന്നിരിക്കുന്നത്. ബണ്ണി എന്താണ് പറയണതെന്ന് നോക്കൂ. നോ, ഇറ്റ് ഈസ് എ ഡാഷ്. അവിടെ നമുക്ക് എന്തെഴുതി ചേർക്കാം? കിഡ്. ഇറ്റ് ഈസ് ദ യങ് ഓഫ് എ ഡാഷ്. അവിടെ എന്തെഴുതാം? ഗോഡ്. ഇതൊരു ആട്ടിൻ്റെ കുട്ടിയാണ്. ആട്ടിൻ്റെ കുട്ടിക്ക് എന്താണ് പറയണത്? കിഡ്. അടുത്തത് നോക്കൂ, ബട്ടർഫ്ലൈ എന്താണ് പറയണത്? ടേക്ക് യുവർ യങ് വൺ. ഇതാ നിന്റെ കുട്ടി. ഓക്കെ, ഇറ്റ് ഈസ് മൈ സ്വീറ്റ് പപ്പി. ഇതെൻ്റെ സുന്ദരമായ പട്ടിക്കുട്ടിയാണ്. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദിയുണ്ട്. ആര് പറഞ്ഞു? ബണ്ണി പറഞ്ഞു. സംഭാഷണം എഴുതിയത് മനസ്സിലായോ കൂട്ടുകാരെ? അടുത്ത വർക്ക് നോക്കൂ. ആക്ടിവിറ്റി 3. ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ. ദ ഡോഗ് ഗോട്ട് ഇറ്റ്സ് പപ്പി. നായ്ക്ക് അതിൻ്റെ കുട്ടിയെ കിട്ടി. ദ ഡോഗ് ആൻഡ് പപ്പി ബിക്കം ഹാപ്പി. അവർ സന്തോഷത്തിലായി. ദേ സെഡ് താങ്ക് ടു ദ ബട്ടർഫ്ലൈ. അവർ ബട്ടർഫ്ലൈക്ക് നന്ദി പറഞ്ഞു. ദേ സ്റ്റാർട്ടഡ് ടു സിംഗ് എ സോങ് അബൌട്ട് ബെല്ല ദ ബട്ടർഫ്ലൈ. അവർ ബെല്ല എന്ന ബട്ടർഫ്ലൈനെ കുറിച്ച് ഒരു പാട്ട് പാടി. ലെറ്റ്സ് റൈറ്റ് ദ ലൈറ്റ്ലി സോങ്. റീഡ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. പദ്യം വായിച്ച് അതിൽ കൂടുതൽ വരികൾ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. നോക്കൂ, എന്താണ് ബെല്ലയെക്കുറിച്ച് അവർ പാടിയെന്ന് നോക്കൂ. വി ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട്. നമുക്കൊരു ചെറിയ ഫ്രണ്ട് ഉണ്ട്. ബെല്ല ദ ബട്ടർഫ്ലൈ. ആരാണത്? ബെല്ല എന്ന ബട്ടർഫ്ലൈ ആണ്. ഹൂ സേവ് മൈ ലിറ്റിൽ വൺ? ആരാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ചത്? ബെല്ല ദ ബട്ടർഫ്ലൈ. ആരാണ്? ബെല്ല എന്ന ബട്ടർഫ്ലൈ ആണ്. ഇനി കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ കൂട്ടുകാരെ. ഞാൻ എഴുതിയത് നോക്കൂ. ഹു ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ? ആരാണ് കൂടുതൽ സുന്ദരി? ബെല്ല ദ ബട്ടർഫ്ലൈ. ആരാണ്? ബെല്ല എന്ന ബട്ടർഫ്ലൈ ആണ്. ഹു ഈസ് ഇൻസൈഡ് ദ ഗാർഡൻ? ആരാണ് ഗാർഡനുള്ളിലുള്ളത്? ബെല്ല ദ ബട്ടർഫ്ലൈ. ബെല്ല എന്ന ബട്ടർഫ്ലൈ ആണ്. ആക്ടിവിറ്റി 4. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. താഴെ തന്നിരിക്കുന്ന കഥ വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ബെല്ല വാസ് വെരി ഹാപ്പി ടു ലിസൺ ടു ദ സോങ്. പാട്ട് കേട്ട ബെല്ല വളരെ സന്തോഷിച്ചു. ഷീ ഹമ്മഡ് ദ സോങ് ആൻഡ് ഫ്ലൂ അവേ. പാട്ട് മൂളിക്കൊണ്ട് അവൾ പറന്നുപോയി.
ഇറ്റ് വാസ് എ സണ്ണി ഡേ. നല്ല വെയിലുള്ള ഒരു പ്രഭാതമായിരുന്നു അത്. ദ സ്കൈ വാസ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആകാശം എങ്ങനെയുള്ളതായിരുന്നു? തെളിഞ്ഞതും മനോഹരവുമായിരുന്നു. ബെല്ല ലുക്ക്ഡ് ഡൗൺ. ബെല്ല താഴേക്ക് നോക്കി. ഷീ സാ ദ ഗ്രീൻ ഹിൽസ് ആൻഡ് ട്രീസ് ബിലോ. അവൾ എന്താണ് കണ്ടത്? പച്ചക്കുന്നുകളും മരങ്ങളും കണ്ടു. എ ജെന്റിൽ ബ്രീസ് ടച്ച്ഡ് ഹർ വിങ്സ്. നല്ല ഒരു കാറ്റ് അവളുടെ ചിറകുകളെ തഴുകി. ദെൻ ദ വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ ഹെവിലി. പെട്ടെന്ന് കാറ്റ് ശക്തിയിൽ വീശാൻ തുടങ്ങി. എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹർ ഐസ്. ഒരു തുള്ളി വെള്ളം അവളുടെ കണ്ണുകളിൽ വന്നു വീണു. ഓ ഇറ്റ്സ് റെയിനിങ്. ഓ മഴ പെയ്യുന്നു. വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? മൈ വിങ്സ് ആർ ഗെറ്റിംഗ് വെറ്റ്. എൻ്റെ ചിറകുകൾ നനഞ്ഞു. ഐ വിൽ ഫാൾ ഡൗൺ. ഞാൻ താഴേക്ക് വീഴും. ബെല്ല തോട്ട്. ബെല്ല ചിന്തിച്ചു. കം ആൻഡ് സിറ്റ് അണ്ടർ മൈ പെറ്റൽസ് സെഡ് എ റോസ് ഫ്ലവർ. റോസ് ഫ്ലവർ എന്താണ് പറഞ്ഞത്? വന്നെൻ്റെ ചിറകുകളല്ല ഇതളുകൾക്കടിയിൽ ഇരിക്കൂ. റോസ് ഫ്ലവർ പറഞ്ഞു. ബെല്ല ഫ്ലൂ ഡൗൺ ആൻഡ് സാറ്റ് അണ്ടർ ദ പെറ്റൽസ് ഓഫ് ദ റോസ് ഫ്ലവർ. ബെല്ല താഴേക്ക് പോയി റോസ് ഫ്ലവറിന്റെ പെറ്റൽസിന് അടിയിൽ ഇരുന്നു. ഷീ വെയിറ്റഡ് ഡെയർ 4 hours. അവൾ കുറെ മണിക്കൂറുകളോളം ഇരുന്നു. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സ്കൈ ബിക്കെയിം ക്ലിയർ. മഴ നിന്ന് ആകാശം തെളിഞ്ഞു. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾക്ക് സന്തോഷമായി. ഷീ ഫ്ലൂ ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ആൻഡ് ഡ്രാങ്ക് ഹണി. അവൾ പൂവുകളിൽ നിന്ന് പൂവുകളിലേക്ക് പറന്ന് തേൻ നുകർന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തിയാലോ? നോക്കൂ, എന്താണ് തന്നിരിക്കുന്നത്? ദ സ്കൈ വാസ് ബ്രൈറ്റ് ആൻഡ് ഡാഷ്. ആകാശം എങ്ങനെയുള്ളതായിരുന്നു? തെളിഞ്ഞതും എങ്ങനെയായിരുന്നു? മനോഹരവുമായിരുന്നു അല്ലേ? അവിടെ നമുക്ക് എന്തെഴുതി ചേർക്കാം? ദ സ്കൈ വാസ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. അടുത്തത് നോക്കൂ. ഇറ്റ് റൈൻഡ് ആൻഡ് ബെല്ല വിങ്സ് ഗോട്ട് ഡാഷ്. മഴ പെയ്തപ്പം ബെല്ലയുടെ ചിറകുകൾ എന്ത് ചെയ്തു? നനഞ്ഞു അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ എന്തെഴുതാം? വെറ്റ്. വാട്ട് ഡിഡ് ബെല്ല സീ ബിലോ? കൂട്ടുകാരെ, ബെല്ല താഴെ എന്താണ് കണ്ടത്? പറയൂ. ഷീ സാ ദ ഗ്രീൻ ഹിൽസ് ആൻഡ് ട്രീസ് ബിലോ. അവൾ എന്താണ് കണ്ടത്? പച്ചക്കുന്നുകളും മരങ്ങളും കണ്ടു. വേർ ഡിഡ് ബെല്ല സിറ്റ്? ബെല്ല എവിടെയാണ് ഇരുന്നത്? ബെല്ല സാറ്റ് അണ്ടർ ദ പെറ്റൽസ് ഓഫ് ദ റോസ് ഫ്ലവർ. റോസ് ഫ്ലവറിന്റെ ഇതളുകൾക്കടിയിലാണ് ബെല്ല ഇരുന്നത്. ഹു ഹെൽപ്ഡ് ബെല്ല? ബെല്ലയെ സഹായിച്ചത് ആരാണ്? റോസ് ഫ്ലവർ. റോസ് ഫ്ലവർ ആണല്ലേ ബെല്ലയെ സഹായിച്ചത്. ആക്ടിവിറ്റി 5. ബെല്ല ഗോട്ട് ടയേർഡ് ആൻഡ് ഷീ ടുക്ക് റെസ്റ്റ് ഓൺ എ സ്റ്റോൺ. ബെല്ല ക്ഷീണിതയായി ഒരു കല്ലിൽ വിശ്രമിച്ചു. സംതിങ് ഹാപ്പൻ ഓൺ ഹർ വേ. വഴിയിൽ എന്തോ സംഭവിച്ചു. സീ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഇവന്റ്സ് ബിലോ ദ പിക്ചർ. ചിത്രം നോക്കി അതിന് താഴെയുള്ള സംഭവങ്ങൾ എഴുതൂ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ബെല്ല ഒരു കല്ലിന് താഴെ മുകളിൽ വിശ്രമിക്കുകയാണല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ എന്തെഴുതാം? പറയൂ. ബെല്ല ഗോട്ട് ടയേർഡ് ആൻഡ് ഷീ ടുക്ക് റെസ്റ്റ് ഓൺ എ സ്റ്റോൺ. ബെല്ല ക്ഷീണിതയായ ഒരു കല്ലിൽ വിശ്രമിച്ചു. ചിത്രം നോക്കൂ കൂട്ടുകാരെ. അതിൽ വേറെ എന്താണ് കാണുന്നത്? ആരോ ബെല്ലയെ നോക്കിയാണല്ലേ? ആരായിരിക്കും? തൊട്ടടുത്ത ചിത്രം നോക്കൂ. ഒരു ക്യാറ്റാണ്. അപ്പൊ നമുക്ക് അവിടെ എന്തെഴുതാം? എ ക്യാറ്റ് വാസ് വാച്ചിങ് ബെല്ല ടു ക്യാച്ച് ഇറ്റ്. ഒരു പൂച്ച ബെല്ലയെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ക്യാറ്റ് ബെല്ലയ്ക്ക് നേരെ എടുത്തു ചാടുകയാണല്ലേ? അവിടെ നമുക്ക് എന്തെഴുതാം? സഡൻലി ദ ക്യാറ്റ് ജംപ്ഡ് ടുവേഴ്സ് ബെല്ല. അടുത്ത ചിത്രം നോക്കൂ. അതിൽ എന്താണ് കാണുന്നത്? ക്യാറ്റ് ബെല്ലയെ പിടിച്ചു അല്ലേ? ദ ക്യാറ്റ് കാട്ട് ബെല്ല. അപ്പോഴേക്കും വേറൊരു ഡോഗ് കുരച്ചുകൊണ്ട് വരികയാണ്. സീയിങ് ദിസ് ദ ബണ്ണി ഡോഗ് ബാർക്ക്ഡ് ആൻഡ് ജംപ്ഡ് അറ്റ് ദ ക്യാറ്റ്. അത് ആരായിരുന്നു? അത് ബണ്ണി ഡോഗ് ആയിരുന്നു. ഇത് കണ്ട ബണ്ണി ഡോഗ് പൂച്ചയ്ക്ക് നേരെ കുരച്ചുകൊണ്ട് എടുത്തു ചാടുകയാണ്. അടുത്ത ചിത്രം നോക്കൂ. പേടിച്ചു പോയ ക്യാറ്റ് ബെല്ലയെ വിട്ടു. ദ ഫ്രൈറ്റൻഡ് ക്യാറ്റ് ലെഫ്റ്റ് ബെല്ല. അടുത്ത ചിത്രം നോക്കൂ. പൂച്ച അവിടെ നിന്നും ഓടിപ്പോയി അല്ലേ? ദ ക്യാറ്റ് റാൻ അവേ ഫ്രം ദെയർ. അടുത്ത ചിത്രം നോക്കൂ. അതിൽ എന്താണ്? ബെല്ല ബണ്ണി ഡോഗിനോട് നന്ദി പറയുകയാണ്. ബെല്ല വാസ് ഹാപ്പി ആൻഡ് താങ്ക്ഡ് ദ ബണ്ണി. ആക്ടിവിറ്റി 6. ക്രോസ്വേഡ് പസിൽ. ഫൈൻഡ് ദ ഹൗസസ് ആൻഡ് ഫിൽ ദ ക്രോസ്വേഡ് പസിൽ. കൂട്ടുകാരെ, താഴെയുള്ള വീടുകൾ കണ്ടെത്തി ക്രോസ്വേഡ് പസിൽ പൂർത്തിയാക്കൂ.
ദ ഫോളോയിങ് ക്ലൂസ് വിൽ ഹെൽപ്പ് യു. താഴെയുള്ള സൂചനകൾ നിങ്ങളെ സഹായിക്കും. ഫസ്റ്റ്, റൈറ്റ് ദ നെയിം ഓഫ് മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ പേരെഴുതൂ. ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏത് ആനിമലിനെ തന്നിട്ടുള്ളത്? ഹോഴ്സ്, കുതിരയാണല്ലേ. കുതിരയുടെ വീടിൻ്റെ പേരെന്താണ്? സ്റ്റേബിൾ. അടുത്തത് നോക്കൂ. ഐ ഹാവ് എ ബിഗ് ഹൗസ്. എനിക്ക് വലിയ ഒരു വീടുണ്ട്. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ ഏത് ആനിമലാണുള്ളത്? കൗ ആണല്ലേ. പശു. പശുവിൻ്റെ വീടിൻ്റെ പേരെന്താണ്? ഷെഡ്. 3. അടുത്ത ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏത് മൃഗമാണുള്ളത്? ബേഡാണല്ലേ. നോക്കൂ. ഹിയർ ഈസ് മൈ സ്വീറ്റ് ഹൗസ്. ഇതാണ് എൻ്റെ മനോഹരമായ വീട്. പക്ഷികളുടെ വീടിൻ്റെ പേരെന്താണ്? നെസ്റ്റ്. 4 നോക്കൂ. സീ മൈ ഹൗസ്. നോക്കൂ എൻ്റെ വീട്. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ഏത് ആനിമലാണ്? ഡോഗാണല്ലേ. ഡോഗിൻ്റെ വീടിൻ്റെ പേര് എന്താണ് അറിയപ്പെടുന്നത്? കെന്നൽ. 5. അടുത്തത് നോക്കൂ. റൈറ്റ് ദ നെയിം ഓഫ് മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ പേരെഴുതൂ. ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏത് ആനിമലാണുള്ളത്? പിഗ് ആണല്ലേ. പിഗിൻ്റെ വീടിൻ്റെ പേര് എന്തെന്നാണ് അറിയപ്പെടുന്നത്? സ്റ്റേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.